എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈൻ വഴി നോക്കി പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മൾ ജോലിക്ക് പോയാൽ പൈസ കിട്ടും, അസുഖം വന്നാൽ ഡോക്ടറെ കണക്ക്. ഈ ഒരു കാര്യം ഭക്തജനങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ കൊള്ളാം. നമുക്ക് എല്ലാ രീതിയിലും ശത്രുദോഷങ്ങളുണ്ട്. ശത്രുദോഷത്തിന് പല രീതിയിൽ തന്നെയുള്ള പരിഹാരങ്ങളുണ്ട്. നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ശത്രുദോഷത്തിന് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ. അപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നമുക്ക് മിക്ക ആൾക്കാരും പറയാറുണ്ട്, അയ്യോ കൊടുങ്ങല്ലൂർ അമ്പലം ദൂരെയാണ്, പോകാൻ പറ്റത്തില്ല. പോകാൻ പറ്റാത്തവർ എപ്പോഴെങ്കിലും പോകുമ്പോൾ ഈ ഒരു വഴിപാട് ചെയ്താൽ മതി. അതായത് നമുക്ക് നിത്യം ഉണ്ടാകുന്ന തടസ്സങ്ങൾ കൊടുങ്ങല്ലൂർ അമ്മയെ വിചാരിച്ച് നമുക്ക് മാറ്റിയെടുക്കാം. അത് എങ്ങനെയെന്ന് നോക്കിയാൽ നമ്മളൊരു കുറച്ച് നാണയം കറക്റ്റ് ചെയ്യുക. ഈ നാണയം കറക്റ്റ് ചെയ്യുന്ന ഭക്തജനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. 1 രൂപയോ 5 രൂപയോ ആകാളോ ഒറ്റ നാണയം. ഈ നാണയം കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ രാവിലെ കുളി കഴിഞ്ഞ് പൂജാമുറിയുള്ളവർ പൂജാമുറി ചെയ്യാം. എന്ത് ചെയ്യണം? നമ്മുടെ നെറ്റിയിൽ വെക്കണം. നെറ്റിയിൽ വെച്ചിട്ട് ഈ നാണയത്തിനൊരു ശാസ്ത്രീയ വശമുണ്ട്. നമ്മുടെ ശരീരത്തുണ്ടാകുന്ന നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയാണ് നാണയങ്ങൾ. നമ്മുടെ ആത്മാവ് ശരിക്കും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെറ്റിയിലാണ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ചന്ദനം നമ്മൾ നെറ്റിയിൽ തുടങ്ങുന്നത്, ആത്മാവിന് ബലമുണ്ടാകാൻ വേണ്ടി. അപ്പം നമുക്ക് ബാധിച്ചിരിക്കുന്ന ശരീരത്തെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷങ്ങൾ, കണ്ണുദോഷങ്ങൾ, നാവേര് ദോഷങ്ങൾ, പ്രാക്ക് ദോഷങ്ങൾ, ഈ നമ്മളൊരു ഉദാഹരണത്തിന് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവന് എല്ലാ ദിവസവും ജോലിക്ക് വന്നു, അവന് ഒരു കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഒരു മുടിയുള്ള ഒരു ചേച്ചി റോഡിലൂടെ നടന്നപ്പോൾ പുള്ളിക്കാരത്തേക്ക് എന്ത് മുടിയാണ്, എൻ്റെ മുഖം ഇത്രയും മുടി, അപ്പോൾ അത് കണ്ണായി. നമ്മൾ 10 തവണ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വണ്ടി മേടിച്ച്, അപ്പോൾ അവന് ഭയങ്കര കാശാണ്, അവൻ പുതിയ വണ്ടി എടുത്തത്, ഇപ്പോൾ 2ാമത്തെ വണ്ടി എടുക്കുന്നത്. ഇത് പുള്ളിക്കാരാണെങ്കിൽ 2ാമതൊരു സ്ഥലം മേടിച്ച് വീട് മേടിച്ച് അങ്ങനെ ആൾക്കാരിങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ഒരു നെഗറ്റീവപരമായ ദോഷങ്ങൾ മാറാൻ വേണ്ടി, നമ്മുടെ ശരീരത്തിൽ ചെറിയ രീതിയിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി, തടസ്സങ്ങൾ മാറാൻ വേണ്ടി, അതായത് ആഭിചാര ദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ, കണ്ണീർ ദോഷങ്ങൾ, ഇതൊക്കെ മാറാൻ വേണ്ടി നമുക്ക് നിത്യവും നമ്മുടെ വീട്ടിൽ ചെയ്ത് എന്നിട്ട് പറഞ്ഞ് വിശദീകരിച്ച് ചിലപ്പം 5 രൂപ 1 രൂപ വരെ ആകാവുള്ളൂ. ആയിട്ട് നമ്മൾ നെറ്റിയിൽ വെക്കുക. നെറ്റിയിൽ വെച്ചിട്ട് കൊടുങ്ങല്ലൂർ അമ്മയെ പ്രാർത്ഥിച്ച്, നമ്മുടെ മനസ്സിൽ ദേവിയുടെ കീർത്തനങ്ങളോ ദേവിയുടെ രൂപമൊക്കെ മനസ്സിലുണ്ടാകും. ഇത് പ്രാർത്ഥിച്ച് 3 തവണ ഒഴിയുക. ഈ 3 തവണ ഒഴിഞ്ഞ പൈസ നമ്മൾ ഒരു ബോക്സിനകത്തോ അല്ലെങ്കിൽ ഒരു കുടുക്കകത്തോ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തിട്ട് നമ്മുടെ വലിപ്പം നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് 21 ദിവസം ചെയ്യാമെങ്കിൽ 21 ദിവസം ചെയ്യാം. പിന്നെ അമ്മമാരും ചേച്ചിമാരൊക്കെ അമ്പലത്തിൽ പോകാൻ പറ്റാത്ത സമയമുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ കഴിഞ്ഞിട്ട് 11 ദിവസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ബാക്കിയുള്ളവരൊക്കെ ഇത് നിത്യം ചെയ്യും. ഏകദേശം ഒരു 108 തവണ ഇത് കൃത്യമായിട്ട് പൈസ ഒഴിഞ്ഞു വെക്കണം. അപ്പോൾ 5 രൂപ 1 രൂപ വരെ ആകാം. ഇല്ലെങ്കിൽ നമുക്ക് ആ ബോക്സ് നിറഞ്ഞിട്ട് വേണമെങ്കിൽ കൊണ്ടു കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക 108 തവണ ചെയ്യാം. അത് ഭക്തജനങ്ങളെ വിശ്വാസപൂർവ്വം ചെയ്താൽ മതി. എന്നിട്ട് നെറ്റി വെച്ചിട്ട് കൊടുങ്ങല്ലൂർ അമ്മയെ പ്രാർത്ഥിക്കും. 1 രൂപയോ 5 രൂപ ഒറ്റ സംഖ്യ ആയിരിക്കണം. 1 രൂപ കിട്ടുമെങ്കിൽ അത്രയും നല്ലത്. അഥവാ അത്രയും കണക്ട് ബുദ്ധിമുട്ടാണെങ്കിൽ 5 രൂപ. അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും കിട്ടുന്ന പോലെയൊക്കെ ചെയ്താൽ മതി. വിശ്വാസപൂർവ്വം ചെയ്യുക. ഒന്നെങ്കിൽ രാവിലെ ചെയ്യുക, ഒന്നെങ്കിൽ വൈകുന്നേരം ചെയ്യുക. ഇത് ഏകദേശം ഒരു തുടങ്ങേണ്ട ദിവസം വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയാണെങ്കിൽ വളരെയധികം നന്നായി. അപ്പോൾ ഈ നെറ്റിയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ബാധിക്കുന്ന പൈസ എടുത്തിട്ട് ഒരു ദിവസം മാറ്റി വെച്ച് കൊടുങ്ങല്ലൂരമ്മയെ പ്രാർത്ഥിച്ച് അങ്ങനെ എല്ലാ ദിവസവും നമ്മളിത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം തൊട്ട് നമുക്ക് അന്നത്തെ ദിവസമുള്ള മാറ്റങ്ങൾ അറിയാൻ പറ്റും. നമ്മൾ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് ക്ഷീണങ്ങൾ ഉണ്ടാകത്തില്ല. അതായത് ജോലി സ്ഥലത്ത് പല ആൾക്കാരുകൾ നമ്മെ കുത്തിത്തിരിപ്പ് പ്രശ്നങ്ങൾ അങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ നമുക്കുണ്ടാകത്തില്ല. നമുക്ക് എപ്പോഴും നമ്മുടെ മൈൻഡിൽ പോസിറ്റീവപരമായിട്ടുള്ള ചിന്തകളുണ്ടാകും. നമ്മൾ കൃത്യമായിട്ട് ജോലി സ്ഥലത്ത് എന്താ പറയുക പണിയെടുക്കാനും പറ്റും. നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങൾക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ കണ്ടിട്ട് മേലധികാരികൾ നമുക്ക് നല്ല നല്ല ജോലികളുടെ ഓഫറുകൾ എല്ലാം നമുക്ക് കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടും. ഇത് ചെയ്യുന്ന ഒരു നിസ്സാര കാര്യമാണ്. ഈ നിസ്സാര കാര്യം ഭക്തിപൂർവ്വം ദൈവത്തോടുള്ള വിശ്വാസപൂർവ്വം ചെയ്യുവാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസത്തിലെ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഭക്തജനങ്ങൾ നെറ്റിക്ക് വെച്ച പൈസ ഒന്നെങ്കിൽ 101 108 ഇല്ലെങ്കിൽ അത് നിറയുന്നവരെ ഇത്രയും പൈസ കണക്ട് ചെയ്തിട്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഒന്നെങ്കിൽ ചുമന്ന പട്ടിനകത്ത് ആ കുടുക്ക ബോക്സോടെ വെക്കുന്നത് ശരിയല്ല. ആ കുടുക്കയാണെങ്കിൽ ഒരു ബോക്സാണെങ്കിൽ നമുക്ക് തുറക്കുക. എന്നിട്ട് ചുമന്ന പട്ട് മേടിക്കുമ്പോൾ സാറ്റൻ മേടിക്കരുത്, കോട്ടൺ പട്ട മേടിക്കുക. കോട്ടൺ പട്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? അത്രയും പൈസ കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മുറുക്ക് നല്ലപോലെ കിഴി കെട്ടുക. അപ്പം നിറച്ചൊരു പൈസയായി. ചിലർക്ക് കനം ഉണ്ടാകാം. അന്നേരം ഈ പൈസ എന്ത് ചെയ്യണം? അവിടെ നിൽക്കുന്ന പറയണത് ഞങ്ങൾ നേർച്ച വെച്ച പൈസയാണ്, ഇത് ചുമന്ന പട്ടിനകത്താണ് കൊണ്ടുവെക്കുന്നത്. അങ്ങനെ കൊടുങ്ങല്ലൂർ അമ്മയുടെ നടയെ കൊണ്ടുവന്ന് ഈ പൈസ കൊണ്ട് വെക്കുക.
അവർ ചിലപ്പോൾ ഭണ്ഡാരത്തിലിടാൻ പറയുമായിരിക്കും, ചിലവർ മേടിച്ച് നടക്കി വെക്കും. എന്നാൽ ഇത് പൈസയാണ് നമ്മൾ പ്രത്യേകം അമ്പലത്തിൽ നിൽക്കുന്നതുകൊണ്ട് പറയണം. ചില്ലറ പൈസയാണ്, തലക്കൊഴിഞ്ഞ പൈസയാണ്, ചുമന്ന പട്ടിനകത്ത് കൊണ്ടുവന്നതാണ്. അപ്പം അവിടെ നിൽക്കുന്നവർക്കും തിരുമേനിമാർക്കും ഏകദേശം കാര്യങ്ങൾ അറിയാം. ഒന്നെങ്കിൽ ചിലപ്പോൾ അവർ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാൻ പറയും, ഇല്ലെങ്കിൽ അവിടെ വെക്കാൻ പറയും. നമ്മളെന്തായാലും അമ്മയ്ക്ക് സമർപ്പിച്ച പൈസയാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജികൾ മാറും. അതായത് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ഇതുണ്ടാകും, ശത്രുദോഷങ്ങൾ മാറും, തടസ്സങ്ങൾ മാറും, എല്ലാവിധത്തിലെ രക്ഷകളും കൊടുങ്ങല്ലൂരമ്മ നമുക്ക് തരും. ഞാൻ പറഞ്ഞത് ചെറിയൊരു കാര്യമാണ്. അമ്മയോടുള്ള വിശ്വാസപൂർവ്വം ഭക്തജനങ്ങൾ ഇത് ചെയ്യുവാണെങ്കിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും മംഗളങ്ങളും കൊടുങ്ങല്ലൂരമ്മ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരും. ശത്രുദോഷങ്ങളും ബാധാദോഷങ്ങളും ദുരിതങ്ങളും എല്ലാം മാറും. വേറൊരു കാര്യം പറഞ്ഞു വന്നത്, ബാധാദോഷമുള്ളവർ ഇല്ലെങ്കിൽ ശത്രുദോഷങ്ങൾ കൂടുതലുള്ളവർ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ രീതിയിലുള്ള വഴിപാടാണ്. അതായത് ഒന്നെങ്കിൽ അമ്മയ്ക്ക് ചുമന്ന കളറിലെ പട്ട്, പിന്നെ മാലയുടെ കാര്യം എനിക്ക് അറിയത്തില്ല, ഒന്നെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മേടിക്കുന്നതായിരിക്കും നല്ലത്. പുറത്തുനിന്ന് കൊണ്ടുവന്ന മാല അകത്ത് എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ചോട്ടാനിക്കലിലൊക്കെ അങ്ങനെ എടുക്കാറില്ല, പല പല ക്ഷേത്രത്തിൽ അങ്ങനെ ഇല്ല. ഒന്നെങ്കിൽ അവിടെ തന്നെ ചോദിച്ച് രക്തഹാരമാല, അതായത് ചുമന്ന കളറിലെ മാലയും ചുമന്ന ഉടയാടയും നടക്കി വെക്കുക. അപ്പം ശത്രുദോഷത്തിനും ബാധാദുരിതങ്ങൾക്കൊക്കെ ഒരു പ്രശ്നങ്ങൾ മാറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഭക്തജനങ്ങൾ ഒന്നും കൂടെ വീണ്ടും പറയാണ്, 1 രൂപ തന്നെ നാണയം എടുക്കുക. 1 രൂപ കിട്ടിയില്ലെങ്കിൽ 5 രൂപ കണക്ട് ചെയ്ത് നെറ്റിക്ക് വെച്ച് നമ്മുടെ പ്രശ്നങ്ങൾ പ്രാർത്ഥിച്ച് 3 തവണ മാറ്റി വെക്കുക. ഏകദേശം ഈ പൈസകൾ 108 ദിവസം കഴിഞ്ഞ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഒരു ചുമന്ന സാറ്റൻ്റെ കോട്ടൺ പട്ടിനകത്ത് കിഴി ദേവിയുടെ നടക്കി വെക്കുക. നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹങ്ങളുണ്ടാകും. ഓരോ ദിവസങ്ങൾ ദേവിയുടെ അനുഗ്രഹത്താൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. വിശ്വാസപൂർവ്വം തന്നെ ഈ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന 100-ൽ 80% ദേവിയുടെ അനുഗ്രഹത്താൽ തന്നെ മാറിക്കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയറും ചെയ്യുക. പിന്നെ ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി പറഞ്ഞു തരുന്നതാണെങ്കിൽ. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് വരാം.